നമ്മുടെ ജീവിതത്തെ കോവിഡിന് മുൻപും കോവിഡിന് ശേഷവും എന്ന രണ്ടായി തിരിക്കാം. എന്നാൽ ലോകത്ത് കോവിഡിനേക്കാൾ മാരകമായ പകർച്ചവ്യാധികൾ വ്യാപിച്ചേക്കാമെന്ന മുന്നറിയിപ്പുമായി ചൈനയിലെ ഗവേഷകർ രംഗത്തെത്തിയിരിക്കുകയാണ്. വവ്വാലുകളിൽ ആഗോള ആരോഗ്യത്തിന് ഗുരുതര ഭീഷണി ഉയർത്തുന്ന 22 പുതിയ വൈറസുകളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. മനുഷ്യനെന്ന പോലെ മൃഗങ്ങൾക്കും ഈ വൈറസുകൾ ഭീഷണിയായേക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യുനാൻ പ്രവിശ്യയിൽ നിന്ന് 2017-നും 2021-നും ഇടയിൽ ശേഖരിച്ച 142 വവ്വാലുകളുടെ സാമ്പിളുകളാണ് പരിശോധിച്ചത്. വവ്വാലുകളുടെ വൃക്കകോശങ്ങളിലാണ് വൈറസുകൾ കണ്ടെത്തിയത്. ഇതിൽ 2 വൈറസുകൾ മാരകമായ നിപ്പ, ഹെൻഡ്ര വൈറസുകളുമായി ജനിതകപരമായി അടുത്ത ബന്ധമുള്ളവയാണ്. കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം, നഗരവ്യാപനം തുടങ്ങിയവ മൂലം വന്യജീവികളും മനുഷ്യരും കൂടുതൽ അടുത്ത് ഇടപഴകുന്നുണ്ട്. ഇത് സാർസ്, എബോള, കോവിഡ് എന്നീ മാരക പകർച്ചവ്യാധികൾ വ്യാപിക്കാൻ ഇടയായതുപോലെ പുതിയ വൈറസുകൾ മനുഷ്യനിലേക്ക് വ്യാപിക്കാൻ കൂടുതൽ സാധ്യത നൽകുന്നുവെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. വൃക്കകോശങ്ങളിലാണ് വൈറസുകൾ കണ്ടെത്തിയത് എന്നതിനാൽ വവ്വാലുകളുടെ മൂത്രത്തിലൂടെ വൈറസ് വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. കൃഷിയിടത്തിനടുത്ത് കഴിയുന്ന പഴംതീനി വവ്വാലുകളിലാണ് പുതുതായി തിരിച്ചറിഞ്ഞ 2 വൈറസുകളെയും കണ്ടെത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ വവ്വാലുകളിലെ വിസർജ്യങ്ങൾ തോട്ടങ്ങളിലെയും മറ്റും പഴങ്ങൾ മലിനമാക്കാനും അങ്ങനെ രോഗം വ്യാപിക്കാനും ഇടയാക്കും. വവ്വാലുകൾ കടിക്കാത്തതിനാൽ ഒരു പ്രശ്നവും കൂടാതെ മനുഷ്യർ ഇത്തരം പഴങ്ങൾ കഴിക്കുകയും രോഗം വ്യാപിക്കുകയും ചെയ്യുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ വൈറസുകൾ ശരീരത്തിനുള്ളിൽ കടന്നാൽ മാരകമായ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും മസ്തിഷ്ക വീക്കത്തിനും ഇടയായേക്കും. 75% ഇതിന്റെ മരണനിരക്ക്. ഇത്രയൊക്കെ മാരകമാണെങ്കിലും ഈ വൈറസുകൾ മനുഷ്യരിലോ മൃഗങ്ങളിലോ ഇതുവരെ ബാധിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 2019 ഡിസംബർ 10-നാണ് കൊറോണ എന്ന വില്ലൻ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി പണി തുടങ്ങിയത്. ചൈനയിലെ വുഹാനിലെ മത്സ്യ മാർക്കറ്റിലാണ് വൈറസ് ആദ്യം പടർന്നു പിടിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ആയിരുന്നില്ല അന്നത്തെ അവസ്ഥ. സ്ഥിതിഗതികൾ അത്ര ഭീകരമല്ലാതെ ഇരുന്നിടത്ത് നിന്നാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വൈറസ് വ്യാപിച്ചു തുടങ്ങിയത്. ഡിസംബർ 29-ന് വുഹാനിലെ മാർക്കറ്റിനടുത്തുള്ള വ്യക്തികളിൽ പലർക്കും ന്യൂമോണിയ പോലുള്ള അസ്വസ്ഥതകൾ കാണപ്പെട്ടു. മാർക്കറ്റിൽ പിടിപെട്ടതുപോലെ തന്നെയുള്ള അസ്വസ്ഥതകളായിരുന്നു രോഗം പുതുതായി കണ്ടെത്തിയവർക്കും ഉണ്ടായ ലക്ഷണങ്ങൾ. ഇതിനെ തുടർന്ന് ചൈന ലോകാരോഗ്യ സംഘടനയെ വിവരമറിയിച്ചു. ഇതിനെ തുടർന്ന് 2020 ജനുവരി 1-ന് തന്നെ വുഹാനിലെ രോഗം പൊട്ടിപ്പുറപ്പെട്ട മാർക്കറ്റ് അടയ്ക്കുന്നു. കൊറോണ കുടുംബത്തിൽപ്പെട്ട നോവൽ കൊറോണ വൈറസ് എന്ന വൈറസാണ് വില്ലനെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ജനുവരി 7-നാണ് ചൈനയിലെ ശാസ്ത്രജ്ഞർ ഈ പുതിയ വൈറസിനെ കണ്ടെത്തിയത്. സാർസ്-CoV-2 എന്നാണ് ശാസ്ത്രജ്ഞർ ഇതിന് പേര് നൽകിയത്. ശ്വാസകോശത്തെ ബാധിക്കുന്ന ഗുരുതരമായ അവസ്ഥകളിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ ചൈനയെ കൊണ്ടുചെന്നെത്തിച്ചത്. ഇതോടൊപ്പം പനിയും രോഗികളെ ബാധിച്ചു തുടങ്ങി. പിന്നീട് ജനുവരി 9-ന് ചൈനയിൽ 44 കേസുകൾ പുതുതായി റിപ്പോർട്ട് ചെയ്യുന്നു. അത് ഫെബ്രുവരി 1 ആകുമ്പോഴേക്കും ലോകമെമ്പാടുമുള്ള രോഗബാധിതരുടെ എണ്ണം 10,000 കടക്കുന്നതിലേക്ക് എത്തിച്ചു. പിന്നെ ഇന്ത്യയിൽ സ്ഥിരീകരിക്കുകയും പിന്നീട് നാം കണ്ടിട്ടില്ലാത്ത മാറ്റങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. മാസ്കും സാനിറ്റൈസറും ക്വാറന്റീനും സോഷ്യൽ ഡിസ്റ്റൻസിംഗും ഒക്കെ നമ്മൾ കണ്ടു. ഒരു നീണ്ട പോരാട്ടത്തിനു ശേഷം 2023 മെയ് 5-ന് കോവിഡ് ഇനിയൊരു ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയല്ലെന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. കോവിഡ് മഹാമാരി അവസാനിച്ചതായി സ്ഥിരീകരിക്കുന്നുണ്ട്. 5 വർഷത്തിനിപ്പുറം മാസ്കും സാനിറ്റൈസറും എല്ലാം നമ്മൾ ഉപേക്ഷിച്ചെങ്കിലും 2024-ൽ മാത്രം ഏറ്റവും കൂടുതൽ കോവിഡ് മരണം കേരളത്തിലാണ് ഉണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.